السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളിൽ അടുത്ത ആയത്ത് സൂറത്തുൽ ബഖറയിലെ 254-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി ولا خلة ولا شفاعة والكافرون هم الظالمون. يا أيها الذين آمنوا സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് റിസ്ഖായി നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക എന്നുള്ളത്. അൻഫിഖൂ എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക. ആ ചിലവഴിക്കൽ നിർബന്ധമായതുണ്ട്, അതുപോലെ തന്നെ ഐച്ഛികമായതൊക്കെ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നിർബന്ധമായിട്ട് അവൻ്റെ നിസാബ് എത്തിക്കഴിഞ്ഞാൽ, ഹൗലായിക്കഴിഞ്ഞാൽ അവൻ സക്കാത്ത് നൽകണം. അതുപോലെ അവൻ നിർബന്ധമായി ചെലവിന് കൊടുക്കേണ്ട അവൻ്റെ കുടുംബം, അവൻ്റെ മാതാപിതാക്കൾ, മക്കൾ, അങ്ങനെയുള്ളവർ. അതിനു പുറമേയുള്ള ദാനധർമ്മങ്ങൾ സദഖയായിട്ട് നൽകുന്നത്, അതിനെല്ലാം കൂടിയുള്ള പ്രോത്സാഹനമാണ്, കൽപ്പനയാണ് ഇതിൽ അല്ലാഹു തആല പറയുന്നത്. അതിൽ നിർബന്ധമായിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനം. മിമ്മാ റസഖ്നാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നാം നിങ്ങൾക്ക് റിസ്ഖായി നൽകിയതിൽ നിന്ന്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ വരുമാനം ഇതെല്ലാം യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെതാണ്. മിമ്മാലില്ല എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു റിസ്ഖായി നൽകിയതിൽ നിന്നാണ് അള്ളാഹു എന്ത് പറയുന്നത്, നമ്മളോട് ചെലവഴിക്കാൻ പറയുന്നത്. എന്നിട്ട് ആ ചെലവഴിക്കാൻ പറഞ്ഞതിനോടൊപ്പം തന്നെ ആ ചെലവഴിക്കാനുള്ള അവസരം അത് നഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട്, അതിനു മുമ്പ് ചെലവഴിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറയാണ്, മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക. അതായത് ഒരു ദിവസം, ഒരു സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ നിങ്ങൾ അത് ചെയ്യണം. ആ സമയം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ആ സമയം എന്താണ്? യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅത്തുൻ, ഒരു കച്ചവടമോ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധമോ ഒരു ശുപാർശയോ ഇല്ലാത്ത, ഉപകാരപ്പെടാത്ത, ഇല്ലാത്ത ദിവസത്തിന് മുമ്പ് നിങ്ങൾ ചെയ്യണം. അതായത് പരലോകമാണ് ഉദ്ദേശം. പരലോകത്ത് ഒരാൾ ഭൂമി മുഴുവൻ സ്വർണം നൽകാമെന്ന് പറഞ്ഞ് പകരം അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം നേടിയെടുക്കാനോ സാധിക്കില്ല. ഇവിടെ കച്ചവടം ചെയ്യുന്നത് പോലെ ഒരുപാട് പണമുണ്ട്, അതുകൊണ്ട് എനിക്കെന്തും വാങ്ങാം, ആ നിലക്ക് കുറെ സമ്പത്തുണ്ട് എന്ന് നൽകിക്കൊണ്ട് അവിടുന്ന് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനോ ഒന്നും സാധിക്കില്ല. വലാ ബൈഉൻ, അവിടെ ഒരു കച്ചവട ഏർപ്പാടില്ല. വലാ ഖുല്ലത്തുൻ, ഒരു സുഹൃത്ത് ബന്ധവും അവിടെ ഉപകരിക്കാൻ പോകുന്നില്ല. അതായത് എന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ സുഹൃത്തായതിന്റെ പേരിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയോ ഒന്നുമില്ല. സ്വന്തം ഉമ്മയും ഉപ്പയും മക്കളും ഭാര്യയും എല്ലാവരും അവിടുന്ന് എന്ത് ചെയ്യും? അവിടുന്ന് ഓടിപ്പോകും, അവൻ്റെ ഒപ്പം ഉണ്ടാകില്ല. ഒരാൾക്കും വേറൊരാൾക്കൊരു ഉപകാരം ചെയ്യാൻ സാധിക്കാത്ത ദിവസമായിരിക്കും. അപ്പൊ അന്ന് ഇത്ര സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ അത് ഉപകരിക്കാത്തത്. വലാ ശഫാഅത്തുൻ, ശുപാർശയില്ലാത്ത ആ ദിവസം. ശുപാർശ നമുക്കറിയാം, രണ്ടു തരത്തിൽ ഖുർആനിൽ ശുപാർശയെ പറ്റി, ശഫാഅത്തിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അശ്ശഫാഅത്തുൽ മൻഫിയ, ശുപാർശ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതേ സമയത്ത് അശ്ശഫാഅത്തുൽ മുസ്ബതത്തു, സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ശുപാർശയുണ്ട് എന്ന രീതിയിലും ആയത്തുകളുണ്ട്. ഇപ്പോ ഈ 254-ാമത്തെ ആയത്തിന് ശേഷമുള്ള തൊട്ടടുത്ത ആയത്താണ് ആയത്തുൽ കുർസി. അതിൽ അല്ലാഹു തആല പറഞ്ഞെന്താ, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശയുണ്ട്, അനുവാദത്തോടു കൂടിയ ഒരു ശുപാർശയുണ്ട്. അപ്പൊ ഈ രണ്ടു തരത്തിൽ ഖുർആനിൽ ശുപാർശ വന്നിട്ടുണ്ട്. അതായത് ദുനിയാവിൽ നടക്കുന്നത് പോലെ ഏതെങ്കിലും ഒരാളെ പിടിച്ച് ഒരാളോട് ശുപാർശ പറഞ്ഞ് രക്ഷപ്പെടാൻ പരലോകത്ത് പറ്റില്ല. എന്നാൽ പരലോകത്തെ ശുപാർശ ചെയ്യുന്നവനാണെങ്കിലും
ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യപ്പെടുന്നത് അവനാണെങ്കിലും അള്ളാഹു തൃപ്തിപ്പെട്ട് അള്ളാഹു അനുവാദം കൊടുത്താൽ മാത്രം ചെയ്യാവുന്ന ശുപാർശയുണ്ട്, അതല്ലാത്ത ശുപാർശയില്ല. അപ്പോൾ ഒരു മനുഷ്യന് ഈ ലോകത്ത് രക്ഷപ്പെടാനും അല്ലെങ്കിൽ സ്ഥാനം കൊണ്ടും എല്ലാം കൊണ്ടും രക്ഷപ്പെടാനും മാർഗമാണ് അവന് നല്ല സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത്, കച്ചവടമൊക്കെ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ശുപാർശ ചെയ്യാൻ ആളുണ്ടാവുക എന്നുള്ളതൊക്കെ. ഇത് മൂന്നും ഉപകാരപ്പെടാത്ത, ഇത് മൂന്നുമില്ലാത്ത ഒരു ദിവസത്തിന് മുൻപായിക്കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ റിസ്കിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണം. നാളെ പരലോകത്തെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഈത്തപ്പഴ കഷ്ണത്തിന്റെ ആ ഒരു കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ ഇത്തഖുന്നാർ, നരകത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അത് സ്വതക്ക കൊടുത്തിട്ടാണെങ്കിലും നാളെ പരലോകത്ത് നിൽക്കുമ്പോൾ അവന്റെ മുന്നിലും പിന്നിലും ഭാഗങ്ങളിലുമെല്ലാം നരകം കാണുന്ന ഒരു സന്ദർഭത്തിൽ അവൻ നൽകിയ സ്വതക്കകൾ അവൻ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമായി തീരും. അപ്പൊ നിർബന്ധമായിട്ടുള്ള ചിലവഴിക്കലുണ്ട്, സക്കാത്ത് കുടുംബത്തിന്, അതുപോലെ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഐച്ഛികമായിട്ട് അല്ലാഹു തആല റിസ്ഖിൽ വിശാലത നൽകിയ ആളുകൾ ഐച്ഛികമായിട്ടുള്ള ദാനധർമ്മങ്ങളും ചെയ്യണം പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് വൽ കാഫിറൂന ഹുമുദ് ളാലിമൂൻ, കാഫിരീങ്ങൾ, അല്ലാഹുവിനെ നിഷേധിക്കുന്നവർ അവരാണ് യഥാർത്ഥ വാലിമീങ്ങൾ എന്ന് പറയുകയാണ്. അതായത് ഏറ്റവും വലിയ ഗുൽമാണ് ഷിർക്ക്, കുഫർ എന്നുള്ളത്. കാരണം അള്ളാഹു നൽകിയ ഭക്ഷണം ഭക്ഷിച്ച്, അള്ളാഹു നൽകിയ വെള്ളം കുടിച്ച്, അള്ളാഹു നൽകിയ വായു ശ്വസിച്ച് ആ അള്ളാഹുവിന് നന്ദികേട് കാണിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന് പങ്കുകാരനെ വെക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഗുൽമാണ്. കാരണം ഇതെല്ലാം നൽകിയ അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളത്. അപ്പൊ ആ ഇബാദത്ത് അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അള്ളാഹു അതിന് അർഹനല്ല എന്ന് നിലക്ക് നിഷേധിക്കുക, ഇതെല്ലാം വലിയ ബുൽമാണ്. അതുകൊണ്ടാണ് കാഫിരീങ്ങളെ പറ്റി ഇവിടെ ഏറ്റവും വലിയ വാലിമ്യങ്ങളായി പറഞ്ഞത്. അതുപോലെ ഷിർക്കിനെ പറ്റിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശിർക ലബുൽമുൻ അദീം, ഷിർക്ക് ഏറ്റവും വലിയ ബുൽമാണ് എന്നുള്ളത്. അപ്പൊ കുഫർ, ഷിർക്ക് എന്നീ കാര്യങ്ങൾ ഏറ്റവും വലിയ ബുൽമാണ്. കാരണം ഇബാദത്ത് അർഹതപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അത് തെറ്റിക്കുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പൊ ഈ ആയത്തിൽ പ്രോത്സാഹനം നൽകുന്ന കാര്യം അള്ളാഹു നൽകിയ റിസ്കിൽ നിന്ന് പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളതാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ ബഖറയിലെ 264 ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ 264 ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട്, ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ നിങ്ങളുടെ സ്വദഖകളെ, നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത്. ബിൽ മന്നി, അത് എടുത്തു പറഞ്ഞുകൊണ്ട്, വൽ അദാ, ശല്യം ചെയ്തുകൊണ്ട്, അഥവാ നൽകിയ ആളുകളെ പലതരത്തിൽ ഉപദ്രവിച്ച് ശല്യം ചെയ്തുകൊണ്ട്. കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഏതുപോലെ നിങ്ങളാവരുത്, അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കാതെ ജനങ്ങൾ കാണാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത്, ദാനധർമ്മം ചെയ്യുന്ന ആളുകളായി മാറരുത്. ഫമസലുഹു കമസലി സഫ്വാനിൻ, അവരുടെ ഉപമ എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ആളുകളുടെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു മിനുസമുള്ള ഒരു പാറക്കല്ല്, അലൈഹി തുറാബുൻ, അതിന്റെ മേലെ കുറച്ച് മണ്ണുണ്ട്. ഒരു മിനുസമുള്ള പാറക്കല്ലാണ്, അതിന്റെ മേലെ കുറച്ച് മണ്ണുണ്ട്. ഫഅസ്വാബഹു വാബിലുൻ, അങ്ങനെ അതിലേക്ക് ശക്തമായ ഒരു മഴ പെയ്തപ്പോൾ ഫതറകഹു സൽദ, ആ മണ്ണെല്ലാം നീങ്ങിപ്പോയി വെറും മൊട്ടയായിട്ടുള്ള പാറക്കല്ലായി അത് മാറി. ലാ യഖദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു, അവൻ ആ പണിയെടുത്തതിന്റെ ഒരു നേട്ടവും ലഭിക്കാത്ത അവസ്ഥയിലാണ് അവൻ ഉണ്ടാവുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങൾക്ക് ഹിദായത്തിലാക്കുകയില്ല, അവരെ നേർമാർഗത്തിലാക്കുകയില്ല എന്ന് പറയാം. എന്താണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശം? ഈ ആയത്തുകൊണ്ട് പറയുന്ന പ്രധാനപ്പെട്ട പാഠം, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയും എന്നുള്ളത് ഖുർആനിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, പാപങ്ങളെ മായ്ച്ചു കളയും, അതില്ലാതാക്കും. അതുപോലെ തന്നെ ഈ ആയത്തിൽ നിന്ന് തെളിവ് പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, പാപങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള തിന്മകൾ, അതുപോലത്തെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില സൽക്കർമ്മങ്ങളെ പൊളിച്ചു കളയാൻ, നിഷ്ഫലമാകാൻ അത് കാരണമാകുന്നു. അതായത് ചില സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ
അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പാപങ്ങൾ, ആ സൽക്കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയാൻ, അതിന്റെ പ്രതിഫലം ഇല്ലാതാക്കി കളയാൻ, അതിനെ ബാത്തിലാക്കി കളയാൻ കാരണമാകും എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. പല പാപങ്ങളുമുണ്ട്. ഇപ്പൊ രഹസ്യമായി ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾ, അത് നാളെ പരലോകത്ത് അതുമായി വരുന്ന ഒരു കൂട്ടം ആളുകൾ അവർ ധാരാളം സൽക്കർമ്മം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതെല്ലാം നിഷ്ഫലമായി പോകുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ ഒരു കാര്യമാണ്, ഒരാൾ നല്ല ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, സ്വതക്കകൾ ചെയ്യുന്നു, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലെല്ലാം ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പോലും അവരുടെ ആ സ്വതക്കകൾ പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിൽ അല്ലാഹു തആല ചെയ്യുന്നത്. മുഅ്മിനീങ്ങളെ വിളിച്ചു പറയാണ്, ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ നൽകുന്ന സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന അതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ, സമ്പത്ത് നൽകുന്നത് നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്, ഒന്നാമത്തെ കാരണം പറഞ്ഞത് എടുത്തു പറയലാണ്. ഇപ്പൊ ചില ആളുകളുണ്ടാവും, അവരാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് അവരോടും പറയും, നാട്ടുകാരോടും പറയും, എല്ലാവരോടും അത് പറഞ്ഞു നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഞാൻ ഇന്ന ആൾക്ക് ഇന്നൊക്കെ കൊടുത്തു, ഞാൻ ഇന്നൊക്കെ ചെയ്തു, ഇന്ന ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന നൽകിയിട്ടുണ്ട്, അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും. അതുപോലെ രണ്ടാമത്തെ ഒരു കാരണമാണ് വൽ അദാ. നമ്മൾ ആർക്കാണോ നൽകിയത് അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുണ്ടാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നതൊക്കെ കൊടുത്ത ആളാണല്ലോ, അപ്പൊ അവര് ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ പറയും പിന്നെ എന്നെ കാര്യങ്ങൾക്ക് വരണം, അങ്ങനെ ആ രീതിക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ട് ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ രണ്ട് കാരണങ്ങൾ നമ്മൾ ചെയ്ത സ്വതക്ക എന്നുള്ള സൽക്കർമ്മത്തെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആ അമലിന്റെ അടിസ്ഥാനം തന്നെ ഇല്ലാതാക്കുന്നതാണ് അടുത്തത് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി. ജനങ്ങൾ കാണാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുക? ഈ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ, നൽകുന്ന ആളുകൾ. വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലോ പരലോകത്തിലോ വിശ്വസിക്കാത്ത പോലെ. അതായത് ഏതൊരു അമലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധന നിർബന്ധമാണ്. ഒന്ന്, ഇഖ്ലാസോട് കൂടിയായിരിക്കണം. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം, സുന്നത്ത് അനുസരിച്ചായിരിക്കണം. ഇതിൽ ഇഖ്ലാസിനെ പൊളിച്ചു കളയുന്ന കാര്യമാണ് റിയാ എന്നുള്ളത്. അതായത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിക്കാതെ മറ്റുള്ള ആളുകൾ കാണണം, ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടണം, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് ആളുകൾ അറിയണം എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ നൽകുന്ന ആളുകളായി നിങ്ങൾ മാറരുത് എന്ന് അല്ലാഹു തആല ഇതിൽ പറയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്ന സ്വതക്കകളെ തകർക്കുന്നതാണ്. ഒന്ന്, അടിസ്ഥാനപരമായി തന്നെ തകർക്കും. കാരണം അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ഒരു കർമ്മവും അള്ളാഹു തആല സ്വീകരിക്കില്ല. അള്ളാഹുൽ ആരെങ്കിലും പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് ഐശ്വര്യവാനാണ്, അത് അള്ളാഹുവിന് ആവശ്യമില്ല. രണ്ടാമത്തേത്, കൊടുത്തു കഴിഞ്ഞിട്ട് അത് എടുത്തു പറയുന്ന ആളുകൾ, അവരുടെ ആ സ്വതക്ക അത് എത്ര വലുതാണെങ്കിലും അത് ആ സ്വതക്ക നിഷ്ഫലമായി പോകാൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഉപകാരവുമില്ലാതെ ഇല്ലാതാകാൻ ആ എടുത്തു പറയുന്നത് കാരണമാകും. മൂന്നാമത്തേത് ഇവിടെ പറഞ്ഞത്, ഒരാളെ ഉപദ്രവിക്കുക. നമ്മൾ നൽകിയ ആളുകളെ ആ നൽകിയതാണല്ലോ എന്നുള്ള പേരിൽ അവരുടെ മുമ്പിൽ കുറച്ച് പെരുമ കാണിച്ച് അവർ നമ്മൾ പറഞ്ഞ പോലൊക്കെ കേൾക്കണം, അല്ലെങ്കിൽ അവരെ പല രീതിയിൽ ശല്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുക. ഈ മൂന്ന് കാര്യങ്ങൾ അമല് നഷ്ടമാവും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു ഉപമ പറയാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു ഉദ്ദേശത്തിലും ഇതുപോലെയൊക്കെ ചെയ്തിട്ടും സദഖ കൊടുത്ത ആളുടെ ഉപമ പറയാണ്. സമസലുഹു, അങ്ങനെയുള്ള ചെയ്യുന്നവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ, കമസലി സഫ്വാനിൻ അലൈഹി തുറാബുൻ, നല്ല മൃദുലമായ മിനുസമുള്ള ഒരു പാറക്കല്ല്, അതിന്റെ മേലെ മൺതട്ടിയുണ്ട്, മണ്ണിങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് മൺതട്ടിയുണ്ട്. അപ്പൊ ഒരു കൃഷിക്കാരൻ വിചാരിക്കുകയാണ്, ആ നല്ല കൃഷിക്ക് പറ്റിയ സ്ഥലമാണ്, നല്ല മണ്ണുണ്ട്, അപ്പൊ ഞാൻ നല്ല കൃഷി വിളവിറക്കി കഴിഞ്ഞാൽ നല്ല കൃഷി ലാഭങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് അതിനു വേണ്ടി അവൻ പണിയെടുക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫഅസ്വാബഹു വാബിലുൻ, നല്ല ശക്തമായിട്ടൊരു മഴ പെയ്ത്. അപ്പൊ മിനുസമുള്ള പാറക്കല്ലിൽ എങ്ങനെയോ പറ്റിപ്പിടിച്ചിട്ടുള്ള മണ്ണ് ആ നല്ലൊരു മഴ പെയ്യുമ്പോ എന്താകും? ആ മണ്ണ് നീങ്ങിപ്പോവും, എന്നിട്ട് ആ പാറക്കല്ല് വെളിവാകും. അപ്പൊ ഇവൻ കൃഷി നടത്താൻ വേണ്ടി ഉദ്ദേശിച്ച് എല്ലാവിധ ഒരുക്കം ചെയ്ത് വരുമ്പോഴേക്കും ആ മഴ പെയ്ത് മണ്ണ് നീങ്ങി വെറും മൊട്ട കല്ലാണ് കാണുക. ഫസറക്കു ഹുസൽദ, ഒരു മൊട്ട കല്ലായി അത് മാറും. അതുപോലെ ആയിരിക്കും പരലോകത്ത്. ഇവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവൻ വിചാരിക്കുക, ഇന്നെ സ്വതക്ക കൊടുത്തിട്ടുണ്ട്, ഇന്നൊക്കെ ചെയ്തല്ലോ, നല്ല കാര്യങ്ങളാണല്ലോ ചെയ്തത്, ഞാൻ ഇന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു നടന്നിട്ടുണ്ടാവും, ആ കൊടുത്ത ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ടാവും, ആളുകൾ കാണാൻ വേണ്ടി ചെയ്തതായിരിക്കും.
പരലോകത്തെത്തുമ്പോൾ ഈ പാറക്കല്ലിന്റെ മേലെ മഴ പെയ്തതുപോലെ അവൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചതൊന്നുമില്ലാത്ത അവസ്ഥയിൽ ആ കർമ്മങ്ങളെല്ലാം അവൻ ചെയ്ത സ്വതക്കകളെല്ലാം നിഷ്ഫലമായിട്ടാണ് അവൻ അതിനെ കണ്ടെത്തുക. എന്നിട്ട് പറയാൻ ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു, ആ മണ്ണ് കണ്ടിട്ട് വിളവറക്കാൻ വേണ്ടി ഒരുക്കി കഷ്ടപ്പെട്ടിട്ടുള്ള ഒന്നും തന്നെ അതുകൊണ്ട് ഒരു ഉപകാരം അവന് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ പരലോകത്തും അവൻ ചെയ്ത ആ കാര്യത്തിൽ നിന്ന് ഒന്നും തന്നെ അവന് കിട്ടാൻ പോകുന്നില്ല. എന്നിട്ട് അള്ളാഹു ആയത്തെ അവസാനിപ്പിക്കുകയാണ്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, കാഫിരീങ്ങളായിട്ടുള്ള നന്ദികേട് കാണിക്കുന്ന ആളുകളെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. അതായത് ഇതുപോലെ ആളുകളെ കാണാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഹിദായത്തിൽ നിന്ന് അവരെ തെറ്റിച്ച് കളയും എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പറയാം. അപ്പോൾ നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഇഖ്ലാസിനെ പരിശോധിക്കണം, കർമ്മം ചെയ്യുന്നതിന് മുമ്പ് പരിശോധിക്കണം. പ്രത്യേകിച്ച് സ്വതക്ക പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എടുത്തു പറയുന്ന അത് നൽകിയ ആർക്കാണോ നൽകിയത് അവരെ പല രീതിയിൽ ശല്യം ചെയ്യുന്ന ഉപദ്രവിക്കുന്നതിനെല്ലാം നമ്മൾ സൂക്ഷിക്കുകയും വേണം. അടുത്ത ആയത്ത് സൂറത്തുൽ ബഖറയിലെ 267 ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ 267 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട്, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്. അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക, മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾ അധ്വാനിച്ച് നേടുന്നതിൽ നിന്ന് ഏറ്റവും വിശിഷ്ടമായത്, വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്, അതുപോലെ ഭൂമിയിൽ നിങ്ങൾക്ക് നാം പുറത്തു കൊണ്ടുവന്നിട്ടുള്ള കൃഷിയും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും, വലാ തയമ്മമു അൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, നിങ്ങൾ ആ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ മോശപ്പെട്ടതിനെ മാത്രം നിങ്ങൾ ഒരുമിച്ച് കൂട്ടി വെക്കരുത്. അഥവാ ചെലവഴിക്കുന്നിടത്ത് മോശപ്പെട്ടതിനെ മാത്രം ഉദ്ദേശിക്കരുത്. വലസ്തും ബിആഖിദീഹി ഇല്ലാ അൻ തുഗ്മിളൂ ഫീഹി, അങ്ങനെ മോശപ്പെട്ട വിഭവങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കണ്ണടച്ചവരായിക്കൊണ്ടല്ലാതെ നിങ്ങളത് സ്വീകരിക്കില്ല. വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു ഗനിയും ഹമീദുമാണ്. ഈ ആയത്തിലും ദാനധർമ്മം ചെയ്യുമ്പോൾ അതുപോലെ ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ആയത്തിലും ചെലവഴിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്നതിൽ നിന്നും അതുപോലെ നിങ്ങൾക്ക് കൃഷിയിടത്തിൽ നിന്ന് നാം മുളപ്പിച്ചു തരുന്നവയിൽ നിന്നും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മനുഷ്യർ വരുമാനമുണ്ടാക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള 2 മാർഗങ്ങളാണ്. ഒന്ന്, അവൻ ജോലി ചെയ്തോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ കച്ചവടം ചെയ്തോ എല്ലാം ഉണ്ടാക്കുന്ന അവൻ അധ്വാനിക്കുന്ന വരുമാനം. 2, കൃഷി ചെയ്തുകൊണ്ട് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കൊണ്ടുണ്ടാകുന്ന വരുമാനം. അപ്പൊ ഈ 2ൽ നിന്നാണെങ്കിലും നിങ്ങൾ ചെലവഴിക്കുമ്പോൾ അതിൽ ത്വയ്യിബായത് നിങ്ങൾ ചെലവഴിക്കുക. ത്വയ്യിബായത് പറഞ്ഞാൽ നല്ലത് നിങ്ങൾ ചെലവഴിക്കുക, നല്ലത് ചെലവഴിക്കുക. എന്നിട്ട് പറയാണ്, വലാ തയമ്മമു അൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് അതുപോലെ തന്നെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്നതിൽ നിന്ന് മോശമായ സാധനങ്ങൾ മാത്രം ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കരുത് എന്ന്. അതായത് ഒരാൾ സ്വതക്ക കൊടുക്കുകയാണ്, അപ്പൊ അയാൾക്ക് കൃഷിയാണ് അയാൾ ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ ആ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷി ലഭിച്ചതിൽ നിന്ന് അതിൽ കുറച്ച് കേടുവന്നത് അല്ലെങ്കിൽ വലിയ ഉപകാരമില്ലാത്തത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒരാൾ എന്ത് ചെയ്യാണ്, സ്വതക്ക കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തു വെക്കുകയാണ്. അല്ലെങ്കിൽ സക്കാത്തിന്റെ ഇനം കൊടുക്കുന്നിടത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം സക്കാത്തിന്റെ ഇനത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്ത് പിരിക്കാൻ ഏൽപ്പിച്ച ആളുകളോട് ഓരോ നാട്ടിലേക്ക് പോകുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ എല്ലാത്തിൽ നിന്നും മിതമായ നിലക്കാണ്. ഏറ്റവും മുന്തിയതിൽ നിന്ന് മാത്രം സക്കാത്ത് എടുക്കാൻ പാടില്ല, ഏറ്റവും മോശമായതിൽ നിന്ന് മാത്രം എടുക്കാൻ പാടില്ല. എല്ലാത്തിൽ നിന്നും തുല്യമായ നിലക്കാണ് സക്കാത്ത് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ചെലവഴിക്കുമ്പോൾ ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവന് ആവശ്യമില്ലാത്തത്, അവന്റെ വരുമാനത്തിൽ മോശമായിട്ടുള്ളത്, അവന്റെ കൃഷിയിൽ മോശമായിട്ടുള്ളത്, കന്നുകാലികളിൽ മോശമായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണോ മോശമായിട്ടുള്ളത് അത് മാത്രം ചെലവഴിക്കുക, ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇതിപ്പോ അങ്ങനെ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുന്ന അവസ്ഥ, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ നല്ലത് തന്നെ
നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെയുള്ളത് തന്നെ നിങ്ങൾ ചെലവഴിക്കുന്നിടത്തും ശ്രദ്ധിക്കണം എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് അല്ലാഹു തആല പറയാണ്, മോശമായതിനൊരു ഉദാഹരണം പറയാണ്, വലസ്തും ബിആഖിദീഹി ഇല്ലാ അൻ തുഖ്മിദൂ ഫീഹി. ആ മോശപ്പെട്ട കാര്യങ്ങൾ അതുപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നൽകുകയാണെങ്കിലും നിങ്ങൾ കണ്ണടച്ച അവസ്ഥയിൽ നിങ്ങൾ വാങ്ങുള്ളൂ. കണ്ണടച്ചാന്ന് പറഞ്ഞാൽ അതിനോടൊരു വലിയ താല്പര്യമില്ലാത്ത, ഇത് ഇങ്ങനത്തെ സാധനമാണല്ലോ കിട്ടിയത് എന്നുള്ള നിലയ്ക്ക് ഒരു അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വാങ്ങുന്ന അവസ്ഥയിലെ നിങ്ങളത് വാങ്ങുള്ളൂ. പക്ഷെ നിങ്ങൾ അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കരുത്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ത്വയ്യിബായത് തന്നെ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന്, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ആളുകൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നൽകി, പ്രത്യേകിച്ച് സക്കാത്ത് കൊടുക്കുമ്പോൾ ഈ കൃഷിയും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇത് പാലിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അല്ലാതെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒഴിവാക്കുക, ആ നിലക്കാവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ആയത്തിൽ അവസാനിപ്പിക്കുന്നിടത്ത് അല്ലാഹു പറഞ്ഞു, വഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അല്ലാഹു ഗനിയാണ്. ഗനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാതെ നിരാശ്രയനായിട്ടുള്ളവനാണ് അള്ളാഹു. നിങ്ങളിപ്പോൾ ഇത് കൊടുത്തോണ്ടോ, നല്ലത് കൊടുത്തോണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നൽകിയോണ്ടോ അള്ളാഹുവിന് നിങ്ങളിൽ നിന്നൊന്നും കിട്ടാനില്ല. അള്ളാഹുവിന് നിങ്ങളിൽ നിന്നൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഹമീദ്, സ്തുത്യർഹനാണ്, എല്ലാവിധ സ്തുതിക്കും അർഹനായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പോൾ അള്ളാഹ്ക്ക് നിങ്ങൾ ചെലവഴിച്ചുകൊണ്ടൊന്നും കിട്ടാനില്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെലവഴിക്കുമ്പോൾ ഒരു സിദ്ഖിന്റെ ഭാഗമാണ്. അവൻ ചെലവഴിക്കുമ്പോൾ മോശപ്പെട്ടത് ഒഴിവാക്കാൻ വേണ്ടി ചെലവഴിക്കാതെ നല്ലത് ചെലവഴിക്കുന്ന ഒരാളായി മാറുക എന്നുള്ളത്, അത് ആ ദാനധർമ്മം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കണം, നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത്, നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത്, നമുക്ക് ലഭിക്കണം എന്താണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ലഭിച്ചാൽ എന്താണോ നമ്മൾ സന്തോഷത്തോട് സ്വീകരിക്കുക, അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്കും നൽകുമ്പോൾ നൽകേണ്ടത്. സക്കാത്താണെങ്കിലും അല്ലെങ്കിൽ അല്ലാതെയുള്ള സദഖയാണെങ്കിലും ഇതുപോലെയുള്ള സാധനങ്ങളിലൊക്കെ, കൃഷിയോ അല്ലെങ്കിൽ എന്താണോ കാര്യം, അതിലെല്ലാം നൽകുമ്പോൾ ആ രീതിയിൽ ശ്രദ്ധിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയാം. ഇതെല്ലാം മുഅ്മിനീങ്ങളോട് പ്രത്യേകമായിട്ട് അല്ലാഹു തആല വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ 3 ആയത്തും ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് സക്കാത്തും സദഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ് ഈ 3 ആയത്തുകളും. അതിൽ പറഞ്ഞിട്ടുള്ള ഒന്ന് ചെലവഴിക്കണം എന്നുള്ളത്, 2 ചെലവഴിക്കുന്നത് നിഷ്ഫലമാകാതെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത്, 3-ാമത്തെ ആയത്തിൽ ആ ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും അല്ലാഹു തആല പറഞ്ഞു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി.